ഹലോ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പോസിറ്റീവ് വരെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കേണ്ട പോകുന്ന കേസ് ഡയഗ്രമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ ശ്രദ്ധിച്ച് നല്ലപോലെ പഠിക്കുക. സോ കേസ് ഡയഗ്രം എന്ന് പറയുന്നത് നമ്മൾ ഒരു പോസിറ്റീവിനെ റെപ്രസെന്റ് യൂസ് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണ്. നമ്മൾ പ്രീവിയസ്ലി റിലേഷൻസിനെ റെപ്രസെന്റ് ചെയ്തപോലെ നമുക്ക് റിലേഷൻസിനെ ഡയഗ്രാംസ്, അതായത് ഡയറക്റ്റ് ഗ്രാഫ്സ് യൂസ് ചെയ്ത് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത്. ആ ഒരു വിഷ്വലൈസേഷനിൽ നിന്ന് നമ്മൾ ഒരു കേസ് ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാമെന്നുള്ള സ്റ്റെപ്സ് ആയിരിക്കും കാണുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കേസ് ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സെറ്റ് തന്നിട്ടുണ്ട്. സെറ്റ് 1 2 3 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിലേഷനാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ റിലേഷനകത്തുനിന്ന് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള പേഴ്സ് ഫസ്റ്റ് എഴുതുവാണ്. 1 1 എന്താ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. ദെൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. 1 less than or equal to 3 ആണ്. 1 less than or equal to 4 ആണ്. So 1 വെച്ചുള്ള എല്ലാ പേഴ്സിന്റെ വാല്യൂ എന്താ 2 less than or equal to 2 ആണ്. 2 less than or equal to 3 ആണ്. 2 less than or equal to 4 ആണ്. Okay, then 3 less than or equal to 3 ആണ്. Then 3 less than or equal to 4. Okay ആണ്. Then 4 less than or equal to 4. So ഇത്രയും ഓർഡേർഡ് പേഴ്സ് ആയിരിക്കും നമുക്ക് റിലേഷനകത്ത് വരാൻ പോകുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള റിലേഷൻ തന്നിരിക്കുന്ന സെറ്റിൽ നമുക്ക് വരുന്നത് ഇത്ര എലിമെന്റ്സ് ആണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഈ ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം 1 എന്നൊരു പോയിന്റ് ഇവിടെ കൊടുക്കുവാണ്, 2 എന്നൊരു വാല്യൂ ഇവിടെ കൊടുക്കുവാണെന്ന് വെച്ചോ. 1 2 റിലേറ്റഡ് ആണെങ്കിൽ അത് 1 2 കണക്ട് ചെയ്ത് ഒരു ഓൾറെഡി പെയർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിന്നൊരു എഡ്ജ് വരച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ആരോ മാർക്ക് കൊടുക്കും. 1 2 റിലേഷൻ ഉണ്ടെങ്കിൽ ഈ 1 1 ഉണ്ടെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് ഒരു സർക്കിളാണ്. ഇതിന് നമ്മൾ ലൂപ്പ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഞാനിപ്പോൾ നമ്മുടെ എല്ലാ റിലേഷൻസിനെയും വെച്ചിട്ടുള്ള ഇതിന്റെ ഡയഗ്രാം, ഈ റിലേഷന്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് വരുന്ന റെപ്രസെന്റേഷൻ. ഇവിടെ നോക്കിയേ, 1 1 എന്നുള്ള പേരുണ്ട്. സോ നോക്കിയേ, ലൂപ്പ് വന്നു. 2 2 എന്നുള്ള പേരുണ്ട്, ലൂപ്പ് വന്നു. 3 3 ലൂപ്പ് വന്നു. 4 4 ലൂപ്പ് വന്നു. 1 2 വന്നിട്ടുണ്ട്. 1 3 1 2 വന്നിട്ടുണ്ട്. 1 3 എന്നുള്ളത് വന്നിട്ടുണ്ട്. 1 4 എന്നുള്ളത് 1 4 വന്നിട്ടുണ്ട്. വേറെ കളർ ചൂസ് ചെയ്യാൻ അറിയാൻ പറ്റുന്നത്. ഇനി 2 3 വന്നിട്ടുണ്ട്. 2 4 വന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഏതാ വരുന്നത്, 2 2 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി 3 3 വന്നിട്ടുണ്ട്. 3 4 വന്നിട്ടുണ്ട്. 4 4 വന്നിട്ടുണ്ട്. സോ എല്ലാ പേഴ്സും ഇവിടെ വന്നിട്ടുണ്ട് അല്ലെ, ഉണ്ട്, എല്ലാ പേഴ്സും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഫസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് eliminate the loops from the graph. ഗ്രാഫിൽ നിന്ന് ഈ ലൂപ്പുകളെ മൊത്തം ആദ്യമേ റിമൂവ് ചെയ്യാം. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞു ലൂപ്പൊക്കെ നമ്മൾ മാറ്റി. ഇനി ലൂപ്പ് മാറ്റിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്ത് ട്രാൻസിറ്റിവിറ്റി വരുന്ന പേരുകൾ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കി ഉള്ളതിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. Check transitivity and remove other edges. അതെങ്ങനെയാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇപ്പൊ നോക്കിയേ, 1 റിലേറ്റഡ് ടു 2 ആണ്. 1 നിന്ന് 2 ഒരു ആരോ ഉണ്ട്. 2 നിന്ന് 4 ഒരു ആരോ ഉണ്ട്. അപ്പൊ നമുക്ക് ട്രാൻസിറ്റിവിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ 1 റിലേറ്റഡ് 4 എന്നുള്ളത് കാണിക്കാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് വേണ്ട, ഈ 1 to 4 എന്നുള്ള ഒരു എഡ്ജ് കാണിക്കേണ്ട ആവശ്യമില്ല. അടുത്ത നോക്കിയേ, 2 റിലേറ്റഡ് ടു 3 ആണ്. അതുപോലെ തന്നെ 3 റിലേറ്റഡ് ടു 4 ഉണ്ട്. അപ്പൊ നമുക്ക് 2 to 4 എന്നുള്ള കാണിക്കേണ്ട ആവശ്യമില്ല. ട്രാൻസിറ്റിവിറ്റി വെച്ച് അതും വന്നോളും, അതിന്റെ ആവശ്യമില്ല. അടുത്ത നോക്കിയേ, 1 റിലേറ്റഡ് ടു 2 ആണ്. 2 റിലേറ്റഡ് 3 ആണ്. സോ 1 to 2 3 വരുമ്പോൾ നമുക്ക് 1 3 എന്നുള്ളതും ട്രാൻസിറ്റിവിറ്റി കിട്ടും. അപ്പൊ ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ 3 എഡ്ജ് റിമൂവ് ചെയ്യാം. അത് റിമൂവ് ചെയ്യുന്ന കൂടുതലില്ല. എന്ത് ചെയ്യുന്നു, ആരോ മാർക്കുകൾ ഡിലീറ്റ് ചെയ്യും. ഇതാണ് നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ഡയഗ്രാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു കോസെറ്റിന്റെ ഫേസ് ഡയഗ്രാം.
ഓക്കെ. ഇതൊരു ചെറിയ എക്സാമ്പിൾ, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എക്സാമ്പിൾ ആണ് ഇരിക്കുന്നത്. ക്ലിയർ ആയെന്ന് തോന്നുന്നു. ഓക്കെ. സോ അടുത്തൊരു പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യാം. Draw the haystack representing the partial ordering. Divides relation. A divides B ആണ്. നമുക്ക് തന്നിരിക്കുന്ന സെറ്റ് 1 2 3 4 6 8 12. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് തന്നെ ആ റിലേഷനകത്തെ എലമെന്റ്സിനെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. 1 divides 1, then 1 divides 2, 1 divides 3, 1 divides 4, 1 divides 6, 1 divides 8, then 1 divides 12. എല്ലാം കിട്ടി. എന്താണ്? 2 divides 2 ആണ്, 2 divides 4, 2 divides 16 അല്ല, 2 divides 8 കിട്ടും, 2 divides 12 കിട്ടും. ബാക്കി താഴത്തേക്ക് എഴുതുവാണേ. ഇനി 3 divides എന്ത് വരും? 3 divides 6 വരും, and 3 divides 12 വരും. നെക്സ്റ്റ് 4 ചെക്ക് ചെയ്തേ. 4 divides 8 വരും, 4 divides 12 വരും. നെക്സ്റ്റ് 6 divides 12 മാത്രമേ വരുള്ളൂ. 8 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സോ 8 divides 8 മാത്രമേ വരുള്ളൂ. 8 നമ്മൾ കുറച്ചെണ്ണം മിസ് ചെയ്തല്ലേ. 2 divides 12 ഉണ്ട്, 3 divides 3 ഉണ്ട്, then 4 divides 4 ഉണ്ട്, 6 divides 6 ഉണ്ട്, and 8 divides 8, 12 divides 12 ഉണ്ട്. ഇത്രയും എലമെന്റ്സ് ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഈ തന്നിരിക്കുന്ന ഡിവൈസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെന്റ്സ്. ഓക്കെ. ഇത് വെച്ചുള്ള ഗ്രാഫ് ഞാൻ ഓൾറെഡി കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെ വിസിബിൾ ആക്കുവാണ്. ഇത് വലിയ ഗ്രാഫാണ്. നോക്കി, 1 divides 1ന്റെ ലൂപ്പ് തേണ്ടേ വന്നു, 2 divides 2ന്റെ ലൂപ്പ് വന്നു, 3 divides 3യുടെ ലൂപ്പ് വന്നു, 4 divides 4, 6 divides 6, 8 divides 8, 12 12. ഓക്കെ. ഇനി നോക്കി, 1 2, 1 3, 1 4, 1 6, 1 8, 1 12 എല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ സിമിലർ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ പേഴ്സും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ എന്താ, ഫസ്റ്റ് ലൂപ്പ് എല്ലാം റിമൂവ് ചെയ്യാം. എല്ലാ ലൂപ്പും റിമൂവ് ചെയ്തോ? ലൂപ്പ് എല്ലാം റിമൂവ് ചെയ്തു. ലൂപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി ചെക്ക് ചെയ്യേണ്ടത് ട്രാൻസിറ്റിവിറ്റി മാത്രമാണ്. ഇനി ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ തുടങ്ങാം. 1 3 ഉണ്ട്, then അടുത്തത് 3 3 6 ഉണ്ട്, 1 3 3 6. അപ്പൊ 1 6 വേണോ? വേണ്ട, കട്ട് ചെയ്യാം. 1 6 പോയി. ഇനി ഇപ്പൊ അടുത്തേത് വരുന്നേ? അല്ലെ, 1 2 ഉണ്ട്, 2 4 ഉണ്ട്. 1 4 വേണോ? വേണ്ടല്ലോ, കട്ട് ചെയ്യാം. അതേപോലെ 2 4 ഉം 4 8 ഉണ്ട്. 2 8 വേണോ? വേണ്ട. 3 6 ഉം 3 12 ഉണ്ട്. 3 12 വേണോ? വേണ്ട. ഇതുപോലെ അടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും കിട്ടുന്നുണ്ടോ? നോക്കിയേ. 1 4 പോയി, 1 2 ഉം വേറെ വരുന്നേ? 2 12 ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി 1 12ന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ അടുത്ത വരുന്നുണ്ടല്ലോ, 1 8ന്റെ കേസ്. 1 2 ഉണ്ട്, കാറ്റില്ലേ? ആണ്. നമുക്ക് നോക്കാം. എല്ലാം ചെക്ക് ചെയ്യുന്ന ശരിക്കും രണ്ട് പിടിക്കുമല്ലോ. ഇല്ല. അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്ത് ചെക്ക് ചെയ്യണം. 1 2 ഉണ്ട്, 2 6 ഉണ്ട്, 1 2 2 6. 1 6 ഓൾറെഡി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നോക്കണ്ട. ദെൻ 6 12 ഉണ്ട്, അവിടെ നോക്കാനില്ലല്ലോ. പിന്നെ ഏതാ ഇനി പോകാനുള്ളത്? ഇടയ്ക്കത്തെ ഒരു 1 8 പോകാനുണ്ട്. 1 8 പോകണമെങ്കിൽ എന്ത് ചെയ്യണം? 1 8 ആരിക്കട്ടെ കണ്ടിട്ടുള്ളത് നോക്കണം. 1 2 ഉം 2 4 ഉം 4 8 ഉം കണ്ടിട്ടുണ്ടോ? ട്രാൻസ്ഫറിട്ടേക്കിന് അപ്പോഴേ നമുക്ക് അതും കളയാം. സോ ഫൈനലിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ആൾക്കാർ ഇത് ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാന്ന് നോക്കി, ഈ 1 2 കിട്ടും, 1 3 കിട്ടും, 3 6 കിട്ടും,
4 8 കിട്ടും. ഈ 1 4 പോയത് ഞാൻ പറഞ്ഞു, ഇത് പോയതും പറഞ്ഞു. ഇനി ഈ 2 6 കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അത് വേണം. അതേപോലെ 2 12 നമുക്ക് കളയാം. കാര്യം വെച്ചാല് 2 6 ഉണ്ട്, 6 12 ഉണ്ട്, അതുകൊണ്ട് 2 12 കളയാം. 4 12 കളയാനായിട്ട് പറ്റത്തില്ല. ഇനി 1 8 റിമൂവ് ചെയ്യുന്നത് നമുക്കത് 2 പ്രാവശ്യം റിപ്പീറ്റഡ്ലി നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ട്രാൻസിറ്റിവിറ്റി ഒന്ന് 1 2 1 2 2 4 കിട്ടുമ്പോൾ നമുക്ക് 1 4 എന്ന് പറയാം. അപ്പൊ 1 4 കൊണ്ട് കട്ട് ചെയ്ത് പോകണ്ടാവും, നോക്കണ്ട. അഗൈൻ 4 8 അഗൈൻ ട്രാൻസിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏത് വരുന്നുണ്ട് 1 8 വരുന്നത് കട്ട് ചെയ്യും. അതേ സിമ്പിൾ ഫോമിൽ ഇവിടെയും കട്ടായി പോകും. അപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടാൻ പോകുന്നത് ഇത്രയും മാത്രമാണ്. ഇതാണ് നമ്മുടെ ഹെയ്സ് ഡയഗ്രം. ഈ ഹെയ്സ് ഡയഗ്രം വരയ്ക്കുന്നവര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ലൂപ്പുകളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ട്രാൻസിറ്റിവിറ്റി അപ്ലൈ ചെയ്ത് ഏറ്റവും മിനിമൽ ആക്കുക. ഓക്കെ, സോ മറ്റേ ക്ലാസ് എടുക്കാൻ മതി. താങ്ക് യു.